ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ്. ഇതിൽ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് ടെക് മഹീന്ദ്ര എന്ന കമ്പനിയിലാണെങ്കിലും നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുന്നത് മെയിൻലി ഫ്ലിപ്കാർട്ടിന്റെ ഒരു വോയിസ് പ്രോസസ്സിലേക്കാണ്. ഏകദേശം 300ഓളം ഒഴിവുകളാണ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന ഒരു പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത കേവലം +2 യോഗ്യത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ സാലറി പാക്കേജ് എങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ ഹയറിംഗ് റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് ഒക്കെ എന്താണ് വരുന്നത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നൊരു പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഇതിൽ ഹയറിംഗ്, അതായത് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത് ടെക് മഹീന്ദ്ര എന്ന കമ്പനിയിൽ നിന്നായിരിക്കും. ഫ്രഷേഴ്സിനും അതുപോലെ അപ് ടു ഒരു 5 ഇയേഴ്സ് വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വർക്ക് മോഡ്, അതായത് നിങ്ങളുടെ വർക്കിംഗ് മോഡ് റിമോട്ടാണ്, അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ വോയിസ് പ്രോസസ്സിലേക്കാണ് നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യേണ്ടി വരിക. കമ്പനി ഹയറിംഗ് കമ്പനി വരുന്നത് ടെക് മഹീന്ദ്ര ലിമിറ്റഡ് ആണ്. പ്രോസസ്സ് വരുന്നത് ഫ്ലിപ്കാർട്ടിന്റെ വോയിസ് പ്രോസസ് ആണ്. അതായത് BPO ഒരു കോൾ സെന്റർ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഈ ഒരു ഫ്ലിപ്കാർട്ടിന്റെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ വെൻഡേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ജോലി വരുന്നത്. ഇതൊരു വർക്ക് ഫ്രം ഹോം ജോലിയാണ് വരുന്നത്. കോൺട്രാക്ച്വൽ ഫോർ 6 months എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് നല്ല രീതിയിലാണെങ്കിൽ അത് മുന്നോട്ടേക്ക് ഹയർ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിന്റെ സാലറി നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിന് 12,700 ആണ് അവർ ഇൻ ഹാൻഡ് പറയുന്നത്. നിങ്ങളുടെ CTC വരുന്നത് 1,79,447 ആണ്. ഇനി എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനാണെങ്കിൽ മന്ത്ലി ഇൻ ഹാൻഡ് അവർ പറയുന്നത് 15,400 ആണ്. അതിന് അവർ പറയുന്ന CTC എന്ന് വെച്ചാൽ 2.09 ആണ് പറയുന്നത്. സോ ഇതാണ് അതിന്റെ ഒരു സാലറി പാക്കേജ് വരുന്നത്. ഇനി ഇതിന്റെ ഒരു ട്രെയിനിങ് സ്റ്റേജസ്, റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് ഒക്കെ, ഇതിന്റെ ഇന്റർവ്യൂ സ്റ്റേജസ് കാര്യങ്ങളൊക്കെ ഓൺലൈൻ മോഡിലായിരിക്കും. വോയിസ് കോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു സൂം മീറ്റിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഇന്റർവ്യൂസ് വരുന്നത്. ഇനി ഇതിന്റെ ഇനീഷ്യലി നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ട്രെയിനിങ് ആണ് ഉണ്ടാവുക. ഒരു 30 ഡേയ്സിന്റെ ഇൻഡക്ഷൻ പോലുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും വരിക. ആ ഒരു ഇനീഷ്യലി 30 ഡേയ്സിന് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിരിക്കും ലഭിക്കുക. ഡെയിലി ഒരു 300 rupees എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുക. അത് നിങ്ങൾ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സാലറി എന്ന രൂപത്തിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ഇൻ ഹാൻഡ് ആ ഒരു പറഞ്ഞ സാലറി ലഭിക്കുന്നത്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഹയർ സെക്കൻഡറി ക്ലാസ് ആണ്, അതായത് +2 പാസ് ആണ്. അതല്ലെങ്കിൽ 10th കഴിഞ്ഞ് 3 years ഡിപ്ലോമ അല്ലെങ്കിൽ 3 years ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. ഇംഗ്ലീഷിൽ, സ്പെഷ്യലി ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണമെന്ന് അവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ ഹിന്ദിയും അറിഞ്ഞിരിക്കണം എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഇനി എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആണ്, നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് 3 മാസത്തെ സാലറി സ്ലിപ്പ്, അതായത് നിങ്ങൾ ലാസ്റ്റ് ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്തത്, ഏത് റോളിലാണോ വർക്ക് ചെയ്തത്, ആ ഒരു കമ്പനീന്റെ ലാസ്റ്റ് 3 മാസത്തെ സാലറി സ്ലിപ്പ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നിങ്ങളെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു റൊട്ടേഷണൽ ജോബ് ആയിരിക്കും വരിക. കാരണം വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. ഡെയിലി 9 hours ആണ്. ആഴ്ചയിൽ ഒരു ദിവസം റൊട്ടേഷണൽ വീക്ക് ഓഫ് എന്ന രീതിയിലായിരിക്കും വരുന്നത്. ഡെയിലി 9 hours ആണ് വർക്കിംഗ് വരുന്നത്. ഒരു 1 hour ബ്രേക്ക് വരും. സോ ഇത്രയുമാണ് ഒരു ജോബ് ഡീറ്റെയിൽസ് മെയിൻലി പറയാനുള്ളത്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോം ആണ്. നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ മറ്റു ജോലി കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം നല്ലൊരു MNCയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് ഇത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ HR നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു HR നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, റോള് വോയിസ് പ്രോസസ് ആണ് വരുന്നത്. ഇൻഡസ്ട്രി ടൈപ്പ് BPO അഥവാ കോൾ സെന്റർ ആണ് വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് കസ്റ്റമർ സക്സസ് അല്ലെങ്കിൽ സർവീസ് ആൻഡ് ഓപ്പറേഷൻസിലാണ് മെയിൻലി വരുന്നത്. എംപ്ലോയ്മെന്റ് ടൈപ്പ് ഇനീഷ്യലി ഒരു കോൺട്രാക്ട് ആണെന്ന് അവർ പറയുന്നെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് കാര്യങ്ങൾ ബെറ്റർ ആണെങ്കിൽ അത് ഫുൾ ടൈം ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു വർക്ക് ഫ്രം ഹോം ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.